ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഒരു ദിവസത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിലൊന്നാണ് ബ്രഹ്മമുഹൂർത്ത സമയം. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വേഗം തന്നെ ഫലം ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്കായാലും നമ്മുടെ ജപങ്ങൾക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ സാധ്യത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ ഒരു സമയത്ത് യോഗയും ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും നല്ല സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം നല്ലതായിട്ടുള്ള, നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില ആൾക്കാർ പറയാറുണ്ട്, ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്, പല ആഗ്രഹങ്ങളും സാധിക്കാനായിട്ടുണ്ട്, ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേട്ടയാടുന്നുണ്ട്, എന്നാൽ വിളക്ക് തെളിയിക്കാനുള്ള ഒരു സൗകര്യമില്ല, അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കാൻ പല സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാറില്ല എന്നത്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിളക്ക് തെളിയിച്ചില്ല എന്നുണ്ടെങ്കിലും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ശുദ്ധിയായിട്ട് കുളിക്കാൻ സാധിക്കാത്തവർ ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖമൊക്കെ കഴുകിയ ശേഷം മന്ത്രങ്ങൾ ജപിക്കുക, നാമങ്ങൾ ജപിക്കുക. ഇനി നിങ്ങൾ മന്ത്രങ്ങളാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക. കൈകാൽ മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയ ശേഷം ജപിക്കുന്നവർ നാമജപം നടത്തുക. വളരെ നല്ല ഫലങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ടാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. എന്നാൽ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് സ്ഥിരമായിട്ട് തെളിയിക്കുന്ന വീടുകളിൽ എപ്പോഴും ഐശ്വര്യവും അതുപോലെ തന്നെ സന്തോഷവും നിലനിൽക്കും. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത്, ആ വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇതുപോലെ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് നിങ്ങളെ പ്രാർത്ഥനകൾ ഭഗവാനോട് പറയുന്നതും നാമങ്ങൾ ജപിക്കുന്നതും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ക്ഷിപ്രഫലമായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ ഇങ്ങനെ നാമങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴും പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കുമോ? ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് നമ്മളായിട്ട് കണ്ടുപിടിച്ചതാണോ? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ആൾക്കാർ അത് അവരുടെ ഒരു അനുഷ്ഠാനം പോലെ കൊണ്ടു നടന്ന ഒരു കാര്യമാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക, വീട്ടിലൊരു നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത്. എന്നാൽ പിൽക്കാലത്ത് അത് പലർക്കും ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായി തുടങ്ങിയത് കൊണ്ടാണ് അത് പലരും ഒഴിവാക്കിയത്. ഇന്നും ചില വീടുകളിൽ നമുക്ക് ഈ ഒരു സമ്പ്രദായം പണ്ട് മുതലേ തുടർന്ന് പോന്നിരുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇല്ല എന്നല്ല. അവരുടെയൊക്കെ കുടുംബത്തിൽ എന്തു തന്നെയായാലും മനസ്സമാധാനവും സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ തേടി നടക്കുന്ന ഒരു കാര്യം അതുതന്നെയാണല്ലേ, മനസ്സന്തോഷം തന്നെയാണ്. അതാണ് ഇന്ന് പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യവും. ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ലേ, എന്തൊക്കെ ഉണ്ടായിട്ടും സുഖവും സന്തോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേടിയത് കൊണ്ടൊന്നും ഒരർത്ഥമില്ല എന്നുള്ളത്. പണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ പോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, അല്ലെ? ഇനി ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഫലം ലഭിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അവർ എഴുന്നേറ്റ് ആ ഒരു വിളക്ക് തെളിയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഫലം ലഭിക്കുന്നത് കൊണ്ടായിരിക്കും അവർ തെളിയിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ അത്രയും കഷ്ടപ്പെട്ട് തെളിയിക്കാൻ ശ്രമിക്കില്ലല്ലോ. ഒരാൾക്ക് അതിൽ നിന്ന് ഫലം ലഭിച്ചത് കൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാവും.
പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാമജപത്തിനും വളരെ പ്രാധാന്യമുണ്ട്. സ്ഥിരമായിട്ട് നാമം ജപിക്കുന്ന ഒരാളോടൊപ്പം ഭഗവാന്റെ ആ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. ഏതൊരു ആപത്തുകളിൽ നിന്നും ഭഗവാൻ അയാളെ രക്ഷിക്കും. അതുതന്നെയാണ് ഈ ഒരു നാമജപത്തിന്റെ ഗുണവും. ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം ഈശ്വരാധീനം തന്നെയാണ്. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു കാര്യവും വിജയത്തിലെത്തിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈശ്വരാധീനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ എഴുതി സാധിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക, ശരീരശുദ്ധി വരുത്തിയ ശേഷം നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം വാങ്ങിക്കേണ്ടത് വരയില്ലാത്ത ഒരു ബുക്കാണ്. ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കുക. ശേഷം ദിവസവും രാവിലെ എഴുന്നേറ്റ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ശരീരശുദ്ധി വരുത്തിയ ശേഷം ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ എഴുതണം. അതുപോലെ തന്നെ വെറും നിലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ എഴുതാനായിട്ട് പാടുള്ളതല്ല. ഒന്നുകിൽ ഒരു പലകയോ അല്ലെങ്കിൽ പൂജാ മാറ്റുകളിലോ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം, നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ സാധിച്ചെടുക്കേണ്ടത് ആ ഒരു ആഗ്രഹം 1 മുതൽ 21 വരെ നമ്പേഴ്സ് ഇട്ടുകൊണ്ട് ആ ഒരു ആഗ്രഹം എഴുതുക. ഒരേ ആഗ്രഹം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്. 21 തവണ എഴുതുക. ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്തത്തിന് വളരെയധികം ശക്തിയുണ്ട്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുതുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചും അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയും ആഗ്രഹങ്ങൾ സാഫല്യമായ ഒരുപാട് പേര് വിളിച്ചും മെയിൽ ചെയ്തും ഒക്കെ അവരുടെ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ എന്നെ വിളിച്ച ഒരു അമ്മയുടെ അനുഭവകഥയാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കഥയൊന്ന് കേൾക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ അമ്മയുടേത്. ഭർത്താവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. 2 മക്കളായിരുന്നു ഉള്ളത്, ഒരു മോനും ഒരു മോളും. മോനും മോളും തമ്മിൽ നല്ല രീതിയിലുള്ള പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മകനാണ് മൂത്തത്. മകള് ഇപ്പോഴും പഠിക്കുന്ന കുട്ടിയാണ്. ഈ അമ്മയുടെ മകൻ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ ജോലി ലഭിക്കുകയുണ്ടായി. വളരെയധികം സന്തോഷത്തോടെയാണ് ആ ദിവസങ്ങളൊക്കെയും കടന്നുപോയത്. പക്ഷെ ജോലി ലഭിച്ച് 2-3 മാസത്തിനകം തന്നെ മകന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇവര് ആദ്യമൊക്കെ സംശയിച്ചിരുന്നത് മകൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മകന് ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നുള്ളത്. സാധാരണക്കാരായ നാട്ടിൻപുറത്ത് ജീവിച്ചു വന്ന ഈ അമ്മയുടെ ഭർത്താവിനായാലും അതുപോലെ തന്നെ ബന്ധുക്കൾക്കായാലും ആ പെൺകുട്ടിയെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവിടെ നിന്നാണ് ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവര് ഈ ഒരു വിവാഹം നടക്കില്ല, മകൻ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഈ ഒരു വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം അച്ഛൻ പറയുകയും അതിന്റെ പേരിൽ അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് ഇവരുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വീണ്ടും അമ്മയും ഈ അനിയത്തിക്കുട്ടിയും പോയിട്ട് മകനെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ എന്നിരുന്നാലും അച്ഛന് ഒട്ടും തന്നെ ഈ ഒരു ബന്ധത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മകന്റെ ഇഷ്ടം അതാണ് എങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ അമ്മ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ഇതിന്റെ പേരിൽ മറ്റ് ബന്ധുക്കളുമായിട്ട് ദേഷ്യത്തിലാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഇവര് എൻഗേജ്മെന്റ് നടത്താമെന്നും ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയത്തും മറ്റൊരു സ്റ്റേറ്റിൽ താമസിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ അവരുടെ കൾച്ചറും ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാലും
മകന്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു അമ്മ മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയുണ്ടായി. ബന്ധുക്കളൊന്നും തന്നെ ആ ഒരു നിശ്ചയത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്നിരുന്നാലും മകന്റെ സന്തോഷം മാത്രമാണ് ആ അമ്മ നോക്കിയത്. എന്നാൽ പിന്നീടും ജോലിക്ക് പോയി തുടങ്ങി, മകൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. കുറച്ച് നാൾ മകൻ ജോലിക്ക് പോകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷം വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും മകന്റെ സ്വഭാവം പണ്ടുള്ളതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു അമ്മയ്ക്കായാലും അച്ഛനായാലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ ആ സമയത്തൊക്കെ കരുതുന്നത് വീട്ടിൽ അച്ഛന്റെ എതിർപ്പ് ഉണ്ടായത് കൊണ്ടാവാം, ആ സമയത്ത് അച്ഛൻ പറഞ്ഞ ചില വാക്കുകളാവാം എന്നുള്ളതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ആ ഒരു പെൺകുട്ടിക്ക് ഇവരുടെ വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു അനിയത്തിക്കുട്ടി ഫോൺ ചെയ്ത് കഴിഞ്ഞാലും ആ പെൺകുട്ടി ശരിയായ രീതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം പുലർത്താനോ ഇഷ്ടപ്പെടുന്നതായിട്ട് അവർക്കും ഫീൽ ചെയ്തില്ല. അപ്പൊ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം മകൻ വീട്ടിൽ രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് കാണുന്നത് ബാഗൊക്കെ എടുത്ത് മകൻ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മ കാര്യം അന്വേഷിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി, അവൾ എന്നെ ചതിച്ചു എന്നുള്ളൊരു കാര്യമാണ് അമ്മയോട് ആ മകൻ പറഞ്ഞത്. ആ മകൻ വീട്ടിലേക്ക് വന്നു കയറിയ സമയത്ത് തന്നെ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി, മകൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ടാണ് വന്നത് എന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് അച്ഛനും മകനെ സപ്പോർട്ട് ചെയ്തു. സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ആരും തന്നെ നീ ചെയ്ത ഡിസിഷനാണ്, നിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ് ആരും തന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം ഈ പയ്യന്റെ അച്ഛൻ പോയി പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവളുടെ ജീവിതം അവളാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൊടുത്ത ഒരു വാക്കിന് പോലും വില കാണിക്കാതെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടെ അവർ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. പക്ഷെ എന്നാൽ ആ ഒരു ആഘാതം മകനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. മകൻ പിന്നീട് അങ്ങോട്ട് ജോലിക്ക് പോവാത്ത സാഹചര്യം ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് ഈ അമ്മയായി എല്ലാത്തിനും കുറ്റക്കാരി. ഈ അമ്മയുടെ ഭർത്താവ്, അതായത് ഈ പുള്ളിക്കാരന്റെ അച്ഛനായാലും പറയുന്നത് നീ അന്ന് വിലക്കിയിരുന്നെങ്കിൽ ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു എന്നാണ്. പക്ഷെ അമ്മ പറയുന്നത് അച്ഛനും മകനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ മകനെ സപ്പോർട്ട് ചെയ്തത് എന്നാണ്. ഇതോടെ ആ വീട്ടിലെ സന്തോഷം മുഴുവനായിട്ടും അണഞ്ഞുപോയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മകൻ ജോലിക്ക് പോകുന്നില്ല, മകൻ ആരടുത്തും സംസാരിക്കുന്നില്ല, മുറിയിൽ അടച്ചിരിപ്പായി. ഏകദേശം 1 വർഷത്തോളം മകൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. പിന്നീട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമ്മ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് അറിയാനിടയായത്. അപ്പോൾ ഈ കേട്ട ദിവസം മുതൽ തന്നെ അമ്മ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങി. കേട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഈ അമ്മ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ വിശ്വാസത്തോടു കൂടി ഇനി മറ്റൊന്നും ഞാൻ ചെയ്യേണ്ടതായിട്ടില്ല, ഈ ഒരു കാര്യത്തിൽ ഭഗവാൻ കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ അമ്മ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങിയത്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ മകൻ ജോലിയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് മകനായിട്ട് തന്നെ അമ്മയോട് വന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മകൻ വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് കയറിയത്. ആ ഒരു കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്ത് മറ്റൊരു കമ്പനിയിലാണ് മകന് ജോലി ലഭിച്ചതും ആ ഒരു കമ്പനിയിലേക്ക് മകൻ പോയി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്നിരുന്നാലും അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മകനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങാനായിട്ട് 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമെന്നായിരുന്നു ആദ്യം അമ്മ പ്രാർത്ഥിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ മാറ്റം തൻ്റെ മകനിൽ വന്നു ഭവിച്ചത് ഈ ഒരു വിളക്കിന്റെ ഫലമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇനി തൻ്റെ മരണം വരെ ഈ ഒരു വിളക്ക് തെളിയിക്കാൻ സാധിക്കണേ എന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനിയത്തിക്കുട്ടിയൊക്കെ ചോദിക്കുകയുണ്ടായി അമ്മയോട്, എന്ത് മറിമായാണ് ഇവിടെ നടന്നത്? കാരണം ഇത്രയും ദിവസം ആരോടും സംസാരിക്കാത്ത ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ജോലിക്ക് പോയി തുടങ്ങിയ ശേഷം അവരുടെ വീട്ടിൽ വളരെയധികം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഈ അമ്മയുടെ ആഗ്രഹം മകനെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ചിന്തകൾ മനസ്സിലുള്ളത് കൊണ്ടാവാം ആ പയ്യൻ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ വിഷമം മനസ്സിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും കല്യാണത്തിലേക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പയ്യനോട്, മകനോട് ഈ ഒരു വിവാഹ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അച്ഛന് പറയാൻ സാധിക്കില്ല, അവനത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് അച്ഛൻ ആദ്യമേ പറഞ്ഞു. ഈ അനിയത്തിക്കുട്ടി ആയാലും പറഞ്ഞിരുന്നത് ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി, അത്യാവശ്യം ചിരിച്ചും സന്തോഷിച്ചും സംസാരിച്ചു തുടങ്ങി,
വീണ്ടും ഈ ഒരു വിഷയം എടുത്തിടുമ്പോൾ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അനിയത്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന മകനോട് അന്നത്തെ ദിവസമാണ് അമ്മ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് മകൻ കാണുന്നത്. 2 ഫ്ലോറുള്ള വീടായതുകൊണ്ട് തന്നെ മകൻ മുകളിലത്തെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അന്ന് ആദ്യമായിട്ടാണ് ഈ അമ്മ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഈ മകൻ താഴേക്ക് ഇറങ്ങി വരുന്നതും എന്താണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ സംസാരിക്കുകയും അപ്പൊ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച ശേഷം അമ്മ വന്നിരിക്കുകയുണ്ടായി. അടുത്ത് തന്നെ മകൻ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു വിവാഹം കഴിക്കണമെന്ന്. പക്ഷെ മറ്റൊരു തരത്തിലുള്ള റെസ്പോൺസും, അതായത് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ സങ്കടപ്പെടുവോ ഒന്നും ചെയ്യാതെ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം എന്നുള്ളത് മാത്രമാണ് ആ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ദേഷ്യത്തിലായിരുന്ന ബന്ധുക്കളൊക്കെയും തന്നെ ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, മറ്റൊരു വിവാഹത്തിന് മകനെ നിർബന്ധിക്കണം എന്ന് എല്ലാവരും പറയുകയും പിന്നീട് ഈ മകൻ മറ്റൊരു വിവാഹത്തിനായിട്ട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പെൺകുട്ടിയെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഈ മകൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ആ പെൺകുട്ടിക്ക് അതൊക്കെ പ്രശ്നമില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഈ വരുന്ന 27-ാം തീയതിയാണ് മകന്റെ വിവാഹം വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷമാണ് ആ ഒരു അമ്മ വിളിച്ചറിയിച്ചത്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ അമ്മ പറഞ്ഞത്, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരിക്കലും സന്തോഷമോ സമാധാനമോ ഉണ്ടാവില്ല എന്ന് കരുതിയ സ്ഥാനത്ത് നിന്ന് ഇത്രയും വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതോടെ പൂർത്തിയായി എന്നാണ് അമ്മ പറയുന്നത്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ, സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ സാധിക്കില്ല എന്ന് കരുതി ചിലതെങ്കിലും നമ്മൾ ഒഴിവാക്കാറുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നത് വഴി, വിളക്ക് തെളിയിക്കുന്നത് വഴി, പ്രാർത്ഥിക്കുന്നത് വഴി നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നന്ദി.